സർക്കാരിന്റെ പ്രഖ്യാപിത മദ്യവർജന നയം പൊള്ള. ബിവറേജസിൽ വിൽപ്പന കുറഞ്ഞതിന്റെ പേരിൽ ജീവനക്കാരനോട് വിശദീകരണം തേടി ജനറൽ മാനേജർ. കണ്ണൂർ പറയക്കണ്ടി ചില്ലറ വിൽപ്പനശാലയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരനെയാണ് ജനറൽ മാനേജർ കുറ്റാരോപണ പത്രിക നൽകിയത്. 15 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. വിവരങ്ങൾ മിഥുൻ പിള്ള നൽകും. മിഥുൻ, ഈ സർക്കാരിനെ സംബന്ധിച്ച് മദ്യം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നയം. കാരണം 2016 ഇവർ അധികാരത്തിലെത്തുമ്പോൾ 29 ബാറുകളാണെങ്കിൽ അതിപ്പോൾ ഏതാണ്ട് 801 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുടിപ്പിച്ച് കിടത്തുക എന്ന നയം തന്നെയാണ് സർക്കാരിനുള്ളത് എന്നതിൽ തർക്കമില്ല. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണല്ലോ ഈ കണ്ണൂരിൽ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും ഗൗതം, നമുക്കറിയാം ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വലിയൊരു മോഹന വാഗ്ദാനം എന്ന് പറയുന്നത് മദ്യവർജന നയം നടപ്പാക്കും. അതായത് ക്രമേണ മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവന്ന് നിരോധനം നടപ്പാക്കും എന്നുള്ള രീതിയിലൊരു വാഗ്ദാനമാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. എന്നാൽ ആ വാഗ്ദാനങ്ങളൊക്കെ പൊള്ളയാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത്, അതായത് മദ്യവിൽപ്പന കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു ജീവനക്കാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിചിത്രമായ നടപടി ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് കണ്ണൂർ പാറക്കണ്ടി ബിവറേജസ് ഔട്ട്ലെറ്റിലെ ജീവനക്കാരനായിരുന്ന സുബീഷിനാണ് ഇത്തരത്തിലൊരു നോട്ടീസ്, അല്ലെങ്കിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് എങ്ങനെയാണ്: 2023 ഫെബ്രുവരി മുതൽ 2024 ജനുവരി വരെയുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് 2024 ഫെബ്രുവരി മുതൽ 2025 ജനുവരി വർഷത്തിൽ വിൽപ്പനയിൽ 10.16% കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് കുറവ് വന്നിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ മറുപടി 15 ദിവസത്തിനകം നൽകണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഒരു 50-ൽ താഴെ ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 801 ബാറിലേക്ക് എത്തിയെങ്കിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് മദ്യവും ലോട്ടറിയാണെന്ന് ഏതൊരാൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുതന്നെയാകണം ഇത്തരത്തിലൊരു വിശദീകരണം ചോദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇതിനകം തന്നെ ഇടയാക്കിയിട്ടുണ്ട്. ബിവറേജസ് എംപ്ലോയീസ് സംഘിൻ്റെ സംസ്ഥാന നേതാക്കളടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഇത് വകുപ്പിൻ്റെ മൊത്തത്തിലുള്ള നടപടിയാണോ, അല്ലെങ്കിൽ വകുപ്പിൻ്റെ മൊത്തത്തിലുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരമൊരു വിശദീകരണം ചോദിച്ചത്? ആ വിശദീകരണം ചോദിച്ചത് വകുപ്പ് അറിയാതെയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നടക്കമുള്ളൊരു ആവശ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാർ തുടക്കം തൊട്ട് പറഞ്ഞിരിക്കുന്ന വാദങ്ങളെല്ലാം ഇവിടെ പൊളിയുകയാണ് ഈ ഒരൊറ്റ നോട്ടീസിലൂടെ. കാരണം മദ്യവിൽപ്പന കുറഞ്ഞതിൻ്റെ പേരിൽ ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ നയം അനുസരിച്ചാണെങ്കിൽ ഈ ജീവനക്കാരന് പാരിതോഷികമാണ് നൽകേണ്ടത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. മദ്യവിൽപ്പന കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ നടപടി എടുക്കാനുള്ളൊരു നീക്കമാണ് ബെക്കോയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുതന്നെയാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നത്. ഗൗതം, ഓക്കെ, ബിവറേജസ് കോർപ്പറേഷനിൽ മദ്യത്തിൻ്റെ വിൽപ്പന കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. എന്തൊരു ഗതികേടാണെന്ന് നോക്കിക്കോണം. അതായത് മദ്യത്തിനെതിരെ വലിയ തോതിൽ ഒരു ഭാഗത്ത് ക്ലാസ് എടുക്കുകയും മറുഭാഗത്ത് മദ്യത്തിൻ്റെ വിൽപ്പന കുറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജീവനക്കാർക്ക് വിശദീകരിക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ സർക്കാരിൻ്റെ മദ്യനയം എല്ലാ അർത്ഥത്തിലും പൊള്ളയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരളത്തിൽ ഇന്നിപ്പോൾ സർക്കാരിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ലോട്ടറിയും മദ്യവും മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. ഒരു ഉപഭോഗ സംസ്ഥാനമായി എല്ലാ അർത്ഥത്തിലും കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു രീതിയിലുമുള്ള പ്രൊഡക്ടിവിറ്റി ഒരു മേഖലയിലുമില്ല. അതിനാൽ കുപ്പി കൊടുക്കുക, പൈസ ഉണ്ടാക്കുക എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്ന്